തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തവിയിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വിഭവം പടവലങ്ങ കറിയാണ്. എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായിട്ട് പടവലങ്ങ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു പടവലങ്ങ, കഷ്ണങ്ങളാക്കിയ ഒരു തക്കാളി, 2 പച്ചമുളക് നെടുകെ കീറിയത്, 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് 15 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കാം. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ 2 വിസിൽ വരുത്തിയാൽ മതി. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ ചിരവിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 മുതൽ 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടുതരുത്. 3 അല്ലി വെളുത്തുള്ളി വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരുംജീരകം കൂടി ചേർത്തെടുക്കാം, നല്ലതാണ്. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഇവിടെ മാറ്റി വെക്കാം. നമ്മളെ പടവലങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം പുളി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും, കുറച്ച് വേണ്ടവർക്ക് കുറച്ചും ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് നല്ല മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി, ഒരു 3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വറവിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള രുചികരമായിട്ടുള്ള പടവലങ്ങ കറി തയ്യാറായിട്ടുണ്ട്. ചോറിലേക്കൊക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.